തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ ബിജെപി നേതൃത്വത്തിന് കുരുക്കുമുറുകുന്നു. സംസ്ഥാന നേതാക്കളെ വെട്ടിലാക്കി നിർണായകമായ പുതിയ ശബ്ദരേഖ പുറത്ത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള നേതാവ് തുക എഴുതാത്ത ഇൻവോയ്സ് വാങ്ങിയെന്നാണ് വെളിപ്പെടുത്തൽ. ഫണ്ട് തട്ടിപ്പിന് GST ഇല്ലാത്ത ബില്ല് നൽകിയെന്നും കരാറെടുത്ത സ്ഥാപനത്തിന്റെ പ്രതിനിധി തുറന്നു പറയുന്നു. നിർണായക ശബ്ദരേഖ കൈരളി ന്യൂസിന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നരേന്ദ്രമോദി എത്തിയപ്പോൾ ഫ്ലെക്സും പതാകകളും പ്രിന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട അഴിമതി കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനായി കരാർ നൽകിയ സ്ഥാപനം സംസ്ഥാന നേതാവുമായി നടത്തിയ ഇടപാടുകളുടെ വിവരങ്ങളാണ് ശബ്ദരേഖയിൽ പറയുന്നത്. തിരുവനന്തപുരത്ത് ജയൻചേട്ടന്റെ ഓഫീസിലാണ് PM-ന്റെ പരിപാടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അത് പകുതി എമൗണ്ട് കാശും തന്നു, പകുതി എമൗണ്ട് അക്കൗണ്ടിലും തന്നു. അത് 16 സംതിങ് എന്നായിരുന്നു. വട്ടിയൂർക്കാവിന്റെ ചുമതലയുള്ള നേതാവ് തുക എഴുതാത്ത ഇൻവോയ്സ് വാങ്ങിയെന്നാണ് സ്ഥാപനത്തിന്റെ വെളിപ്പെടുത്തൽ. സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച പ്ലെയിൻ ഇൻവോയ്സ് സോമന് നൽകിയെന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ദേശീയ നേതൃത്വത്തിന് നൽകിയ പരാതിയിലും കെ സോമനെതിരെ ആരോപണമുണ്ടായിരുന്നു. ഞാനൊരു ഇൻവോയ്സ് സ്റ്റേറ്റ് ഓഫീസിൽ വെച്ച് കീറി കൊടുത്തു പ്ലെയിൻ ആയിട്ട്, വട്ടിയൂർക്കാവിന് വേണ്ടി. അത് തന്നെ അപ്പൊ കറക്റ്റ് വട്ടിയൂർക്കാവിന് വേണ്ടി പോയി. വട്ടിയൂർക്കാവിന് ബില്ല് തിരുത്തി, പകുതി GST ആക്കി. അപ്പൊ പകുതി ബില്ല്. അപ്പൊ ഞാൻ പറഞ്ഞു, സോമചേട്ടാ ഇതെന്തെങ്കിൽ വെച്ചോ, ഇൻവോയ്സിലങ്ങ് എഴുതി കൊടുത്തോന്ന് പറഞ്ഞു. ഒരു ഇൻവോയ്സ് അത് കൊടുത്തു കയ്യിലോട്ട്. ഫണ്ട് തട്ടിപ്പിനൊപ്പം BJP GST വെട്ടിപ്പും നടത്തിയതായാണ് ശബ്ദരേഖയിലൂടെ വ്യക്തമാകുന്നത്. GST ഉള്ളതും ഇല്ലാത്തതുമായ ബില്ലുകളും കൈമാറിയതായി സ്ഥാപനത്തിന്റെ പ്രതിനിധി തുറന്നു പറയുന്നു. അതേസമയം ഇൻവോയ്സുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിലും താൻ പങ്കാളിയല്ലെന്നും ഏകപക്ഷീയമായ ശബ്ദരേഖ മുഖവിലക്കെടുക്കില്ലെന്നും BJP സംസ്ഥാന സെക്രട്ടറി കെ സോമൻ പ്രതികരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.